നമസ്കാരം. കാനഡ ഇന്ത്യ ആണവ സഹകരണത്തിനായി റെഡിയായി നിൽക്കുകയാണ്. അതിനു മുന്നോടിയായി കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി മാർച്ചിൽ ഇന്ത്യ സന്ദർശിച്ചേക്കും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ദിനേശ് പട്നായിക്കാണ് ഇതു സംബന്ധിച്ച സൂചന നൽകിയിരിക്കുന്നത്. യുറേനിയം, ഊർജം, ധാതുക്കൾ, നിർമ്മിത ബുദ്ധി എന്നിവ സംബന്ധിച്ച കരാറുകളിൽ ഒപ്പുവെക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കാനഡയുടെ ഊർജ മന്ത്രി ടിം ഹോൾസൺ ഈ ആഴ്ച ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട്. ഇന്ത്യയുമായുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള ഔദ്യോഗിക ചർച്ചകളും മാർച്ചിൽ ആരംഭിക്കും. ഇക്കാര്യമാണ് പട്നായിക് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളിലും നവംബറിൽ നിർത്തിവെച്ച വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള നടപടികളും ഇതിനകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ആണവോർജം, എണ്ണ, വാതകം, പരിസ്ഥിതി, AI, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, വിദ്യാഭ്യാസം, സംസ്കാരം എന്നിവയുമായി ബന്ധപ്പെട്ട കരാറുകളിലും മാർക്ക് കാർണി ഒപ്പുവെക്കുമെന്നാണ് പട്നായിക് വ്യക്തമാക്കിയിരിക്കുന്നത്. 2.8 ബില്യൺ കനേഡിയൻ ഡോളറിന്റെ യുറേനിയം 10 വർഷത്തെ വിതരണ കരാർ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. ഇന്ത്യ അന്താരാഷ്ട്ര ഊർജ ഏജൻസിയുടെ സംരക്ഷണ സംവിധാനങ്ങൾ പാലിക്കാൻ തയ്യാറാണെങ്കിൽ കാനഡ ഇന്ത്യ ആണവ സഹകരണ കരാറിന് കീഴിൽ യുറേനിയം വിൽക്കാൻ കാനഡ ഒരുക്കമെന്നാണ് സൂചന. കാനഡയുമായുള്ള ഔദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചതിന് 1 വർഷത്തിനുള്ളിൽ ഒരു CEPA കരാർ ഒപ്പുവെക്കാൻ കഴിയുമെന്നും പട്നായിക് വ്യക്തമാക്കുന്നു. ഇന്ത്യയുടെ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലും ധനമന്ത്രി നിർമ്മല സീതാരാമനും ഉടൻ കാനഡ സന്ദർശിക്കും. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അടുത്ത മാസം ഒട്ടാവ സന്ദർശിക്കുമെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പതിവ് ബന്ധത്തിന്റെ ഭാഗമായി വിവരങ്ങൾ കൈമാറാനും സുരക്ഷാ നടപടികൾ ചർച്ച ചെയ്യാനാണ് ഇത് സഹായിക്കും. US-നും ഉപരിയായി കാനഡയുടെ സഖ്യങ്ങൾ വിപുലീകരിക്കാൻ മാർക്ക് കാർണി ശ്രമങ്ങൾ നടത്തിവരികയാണ്. പഴയ നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ക്രമം അവസാനിച്ചു എന്നും കഴിഞ്ഞ ആഴ്ച ദാവോസിൽ കാർണി പ്രസംഗിച്ചിരുന്നു. കാർണിയുടെ പ്രസ്താവനയിൽ വലിയ കരഘോഷമാണ് ഉയർന്നത്. കാനഡയ്ക്ക് സമാനമായ ഇടത്തരം രാജ്യങ്ങളോട് കൂടുതൽ നീതിയുക്തവും കരുത്തുറ്റതുമായ ലോകത്തെ രൂപപ്പെടുത്താൻ സഖ്യങ്ങൾ രൂപവൽക്കരിക്കണമെന്നും അദ്ദേഹം പറയുന്നു. ഇലക്ട്രിക് വാഹനങ്ങൾക്കും കാനോലയ്ക്കും ഉള്ള തീരുവ കുറയ്ക്കുന്നതിനും 7 ബില്യൺ കനേഡിയൻ ഡോളറിന്റെ കയറ്റുമതി വിപണി തുറക്കുന്നതിനും ചൈനയുമായുള്ള കരാറിനെ തുടർന്നായിരിക്കുമെന്നാണ് കാർണിയുടെ വൈറൽ പ്രസംഗം. 2023 സിഖ് വിഘടനവാദി നേതാവിന്റെ കൊലപാതകത്തിൽ ഇന്ത്യൻ സർക്കാരിന് പങ്കുണ്ടെന്ന് കാർണിയുടെ മുൻഗാമിയായ ജസ്റ്റിൻ ട്രൂഡോ ആരോപിച്ചതിന് ശേഷം വഷളായ ഇന്ത്യ കാനഡ ബന്ധത്തെ കാർണി പുനഃക്രമീകരിക്കാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ വർഷം കാർണിയുടെ ക്ഷണം അനുസരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗ്രൂപ്പ് ഓഫ് 7 ഉച്ചകോടിയിൽ പങ്കെടുത്തിരുന്നു. കാർണി ഭരണകൂടത്തിലെ മന്ത്രിമാർ ഇന്ത്യയെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി കാനഡ സന്ദർശിച്ച സമയത്ത് അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ശ്രമവും കാനഡയിൽ നടന്നിരുന്നു. ഏതായാലും ആ സമയത്ത് സിഖ് തീവ്രവാദികൾക്ക് കാനഡ ഉറച്ച ഒരു താക്കീത് നൽകി.